ശബരിമലയിൽ നിന്ന് സന്നദ്ധ സംഘടനകളെ അകറ്റിയത് സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയെന്ന് കെ.പി. ശശികല ടീച്ചർ ഹിന്ദു ഐക്യവേദി തൃശൂർ കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശശികല ടീച്ചർ. ശബരിമല സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കുക, ദേവസ്വം ക്ഷേത്രം കൊള്ളകളിൽ സമഗ്ര അന്വേഷണം നടത്തുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, അവിശ്വാസികൾ ക്ഷേത്രഭരണത്തിൽ നിന്ന് വിട്ടുപോവുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി തൃശൂർ കോർപ്പറേഷന് മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ സമരം ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് കളമൊരുക്കുന്നതിന് വേണ്ടിയാണ് ഹൈക്കോടതി വിധിയുടെ പേര് പറഞ്ഞ് വിവിധ സന്നദ്ധ സംഘടനകളെ ശബരിമലയിൽ നിന്ന് അകറ്റി നിർത്തിയതെന്ന് ശശികല ടീച്ചർ പറഞ്ഞു. സന്നദ്ധ സംഘടനകളെ പുറത്തിറക്കാൻ കാണിച്ച ആർജവം നല്ല ആക്രാന്തം എന്നാ പറയുന്നത്. അതിന്റെ ഭാഷ അതാ ശരിക്കും. സന്നദ്ധ സംഘടനകളെ പടിക്ക് പുറത്ത് കിടക്ക് പുറത്ത് എന്ന് പറയാൻ കാണിച്ച ആക്രാന്തം ഇത്തരത്തിൽ സ്വർണത്തിലും മുതലുകളിലും വരെ കൈവച്ച് നടക്കുന്ന പോറ്റിയോട് എന്തുകൊണ്ടുണ്ടായില്ല? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടാൽ തന്ത്രിക്ക് മുന്നേ ജയിലിൽ പോകേണ്ടത് മന്ത്രിയാണ്. അവരാണ് ഇതിന്റെ ഉത്തരവാദിത്വം. അവർക്കറിയില്ലേ പോറ്റി ചെല്ലാത്ത ഏതെങ്കിലും മേഖലയുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് ചെല്ലുന്നു, സോണിയാഗാന്ധിയുടെ അടുത്ത് ചെല്ലുന്നു, നമ്മുടെ ആരുടെ അടുത്ത് വന്നിട്ടില്ല. ശബരിമല യുവതീ പ്രവേശനവും അതിനുവേണ്ടിയുള്ള കളമൊരുക്കവുമായിരുന്നു സർക്കാർ നടത്തിയത്. ശബരിമല കൊള്ളയുടെ വിഷയത്തിൽ ഇരുമുന്നണികൾക്കും പങ്കുണ്ട്. ഇവരുടെ കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ തടിച്ചുകൊഴുത്തത്. പിണറായി വിജയന്റെയും സോണിയുടെയും വീടുകളിലെ പോറ്റിയുടെ സന്ദർശനം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ വിഷയത്തിൽ SITയുടെ അന്വേഷണത്തെ ഹൈക്കോടതി പോലും സംശയത്തോടെ വീക്ഷിക്കുന്ന സാഹചര്യമാണ്. ഇതിന്റെ അന്വേഷണം കേന്ദ്ര ഏജൻസിയായ CBI ഏറ്റെടുക്കണമെന്നും ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു. ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് M. നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് V. മുരളീധരൻ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സജിത് നമ്പൂതിരി, VHP സംസ്ഥാന സമിതി അംഗം മോഹൻ മേനോൻ, ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി PN ഉണ്ണി, താലൂക്ക് ജനറൽ സെക്രട്ടറി സജു പോത്തനി, കോർപ്പറേഷൻ ജനറൽ സെക്രട്ടറി മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ജനം, തൃശൂർ.